എന്ന വിഷയത്തിലുള്ള ശാസ്ത്രവും ഇടതുപക്ഷവും എന്ന വിഷയത്തിലുള്ള സിമ്പോസിയാണ്. പുസ്തകം രചിച്ച ഷിജു സാം വർഗീസാണ് മോഡറേറ്റ് ചെയ്യുക. അതിന് മുൻപായിട്ട് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഡോക്ടർ എയ്റ്റ്സ് വർഗീസിനെ ക്ഷണിച്ചോളൂ. ഡോക്ടർ ഷിജു സാം വർഗീസിൻ്റെ പുതിയ പുസ്തകം അവതരിപ്പിക്കാൻ നൽകിയ അവസരത്തിന് ആദ്യമേ നന്ദി പറയട്ടെ. പുസ്തകം ഈ രൂപത്തിൽ, അതായത് ഈ ഫൈനൽ രൂപത്തിൽ എൻ്റെ കയ്യിൽ കിട്ടിയത് ചൊവ്വാഴ്ചയാണ്. അതിനു മുന്നേ തന്നെ പുസ്തക രചനയുടെ അവസാന ഘട്ടത്തിലും ലേഖനങ്ങളായിട്ട് നവമലയാളിയിലും ഡൂൾ ന്യൂസിലും വരുന്ന സമയത്തും ഇത് വായിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലേഖനങ്ങൾ വായിച്ചവർക്കും ഇതിനോടൊപ്പം തന്നെ പുസ്തകം വായിച്ചു തുടങ്ങിയവർക്കും മനസ്സിലായിട്ടുള്ളതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡീസ് എന്ന വളരെ ബൃഹത്തായ ഒരു വിജ്ഞാന മേഖലയെ മലയാളത്തിൽ സമഗ്രമായിട്ട് അവതരിപ്പിക്കുക എന്ന വളരെ ശ്രമകരമായൊരു ദൗത്യമാണ് ഷിജുവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മേഖലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാളെന്ന നിലയിൽ ഇതെങ്ങനെ ഈ പുസ്തകം ഇഫക്റ്റീവായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു സംശയം ഞാൻ ഷിജുവായിട്ട് പങ്കുവച്ചിരുന്നു. പക്ഷേ എൻ്റെ വായനാനുഭവത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വിഷയത്തിന് പുറത്തു നിന്നുള്ള ഒരാളുമായിട്ടും വളരെ ഫലപ്രദമായിട്ട് സംവദിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാന ശക്തികളിലൊന്ന് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചൊരു ചെറിയ കുറിപ്പ് പുസ്തകത്തെപ്പറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഘടനയും ഉള്ളടക്കത്തെയും വളരെ ചുരുക്കത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം വായനയുടെ ചില സാധ്യതകളെക്കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. ശാസ്ത്ര സാമൂഹികത ഗവേഷണ രംഗത്തെ സാമൂഹിക ജ്ഞാനസിദ്ധാന്ത ചർച്ചകളും സമീപന രീതികളും വിശദമായ കേസ് സ്റ്റഡികളിലൂടെ അവതരിപ്പിക്കുകയാണ് ശാസ്ത്രവിമർശനം ചെയ്യുന്നത്. ശാസ്ത്രത്തെക്കുറിച്ച് മലയാളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് മുഖവുര. ആമുഖം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സാമൂഹിക പഠനങ്ങൾ എന്ന വിജ്ഞാന മേഖല രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു. ഇങ്ങനെ 4 ഭാഗങ്ങളിലായി 18 അധ്യായങ്ങളായിട്ടാണ് പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ 4 ഭാഗങ്ങൾ പരീക്ഷണശാലയിലെ ശാസ്ത്രം, ഉടലറിവുകൾ, പൊതുജനവും ശാസ്ത്രവും, ശാസ്ത്രത്തിൻ്റെ ഭാവിയുടെ ശാസ്ത്രം എന്നിവയാണ്. ഇതിൽ ഓരോ ഭാഗവും ഈ ഗവേഷണ രംഗത്തുള്ള ഒരു മേഖലയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ചർച്ചകളെയോ അവതരിപ്പിക്കുന്നു. പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് ഓഫ് സയൻസ്, സോഷ്യോളജി ഓഫ് സയൻറ്റിഫിക് നോളജ്, ഫെമിനിസ്റ്റ്, ക്വയർ ആൻഡ് ഡിസബിലിറ്റി സ്റ്റഡീസ് ഓഫ് സയൻസ്, പബ്ലിക് എൻഗേജ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ഡെമോക്രസി തുടങ്ങിയ മേഖലകളെയാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഓരോ അധ്യായവും മേഖലകളിൽ ഒന്നിലെ ഒരു പ്രത്യേക വിഷയത്തെയോ രീതിശാസ്ത്രത്തെയോ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നു. ഈ ഉദാഹരണങ്ങളിലൂടെ ഈ മേഖലയിൽ നടന്നിട്ടുള്ള പ്രധാന പഠനങ്ങളെയും ചിന്തകരെയും വായനക്കാർ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ വൈഡായിട്ടുള്ളൊരു വിഷയത്തിലെ വൈവിധ്യങ്ങളായ ചർച്ചകളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവരിക എന്നതിനൊപ്പം തന്നെ മലയാളി വായനക്കാരോട് പ്രത്യേകമായി സംവദിക്കുന്ന അധ്യായങ്ങളും പുസ്തകത്തിലുണ്ട്. ഇനി വായനയുടെ സാധ്യതകളിലേക്ക് നോക്കുമ്പോൾ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ തന്നെ ഷിജു ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ഓരോ ഉദാഹരണ പഠനവും ഓരോ ആശയത്തിലേക്കോ രീതിശാസ്ത്രത്തിലേക്കോ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നു എന്നതിനാൽ അധ്യായങ്ങൾക്കിടയിലെ ആശയപ്പൊരുത്തമില്ലായ്മയാണ് വായനക്കാരെ കാത്തിരിക്കുന്നത് എന്നും രീതിശാസ്ത്രങ്ങൾ തമ്മിലുള്ള സൂക്ഷ്മ വ്യത്യാസങ്ങളിലേക്ക് വായനക്കാരുടെ ശ്രദ്ധ പരമാവധി ആകർഷിക്കാനാണ് ഇത്തരമൊരു ഉള്ളടക്ക സംവിധാനത്തിലൂടെ താൻ ശ്രമിക്കുന്നത് എന്നും ആണ് ഷിജു പറയുന്നത്. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്ന 2 രീതിയിലാണ് ഈ പുസ്തകം വായിക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ശാസ്ത്രത്തിൻ്റെ സാമൂഹികതാ പഠനങ്ങൾ എന്ന സബ്ജക്റ്റിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലുന്ന വായന. വിഷയത്തെ പരിചയപ്പെടാനും അതിൽ നടന്നിട്ടുള്ള ചർച്ചകളെ ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള വായനയാണിത്. എന്താണ് സയൻസ് എന്ന വളരെ അടിസ്ഥാനപരമായ ചോദ്യത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. ശാസ്ത്രം സാമൂഹികേതരമാണെന്ന സാമ്പ്രദായിക തത്വശാസ്ത്ര ചിന്ത എങ്ങനെയാണ് വികസിച്ചത്? ഈ ആന്തരികവാദ സമീപനത്തെ വിമർശിക്കുന്ന സാമൂഹിക ശാസ്ത്രാന്വേഷണ ധാരകൾ ഏതെല്ലാമാണ്? ഇവയെ ചരിത്രപരമായി അടയാളപ്പെടുത്തുന്നത് എങ്ങനെ? ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ശാസ്ത്രം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന ആമുഖത്തിൽ ഷിജു വളരെ വിശദമായി ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ ഉദ്ദേശത്തോടെ പുസ്തകത്തെ സമീപിക്കുന്ന വായനക്കാർക്ക് ആമുഖത്തിൽ നിന്ന് ആരംഭിക്കുന്ന ക്രമമായ വായനയായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക. ആമുഖ ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ചില സമീപനങ്ങളെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കാനായി ആദ്യ 3 ഭാഗങ്ങളിലെ ചില ഉദാഹരണ പഠനങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാവുന്നതാണ്.
ഇതേ തുടർന്ന് ജനാധിപത്യ സമൂഹത്തിൻ്റെ വികാസത്തിനുതകുന്ന അറിവ് എന്തായിരിക്കണമെന്ന് ആരായുന്ന ശാസ്ത്രത്തിൻ്റെ ഭാവിയുടെ ശാസ്ത്രം എന്ന 4ാം ഭാഗത്തെ ലേഖനങ്ങളും ശാസ്ത്ര സാമൂഹികതാ പഠനങ്ങളിലൂടെ തെളിയുന്ന ശാസ്ത്രവിമർശനത്തിൻ്റെ സ്വഭാവത്തെ സംക്ഷിപ്തമായി ചർച്ച ചെയ്യുന്ന ഉപസംഹാരവും ഇത്തരത്തിലുള്ള വായനയെ പൂർണ്ണമാക്കും. പാർശ്വങ്ങളിൽ നിന്ന് ആരംഭിക്കാവുന്നതാണ് 2ാമത്തെ തരത്തിലുള്ള വായന. പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തോടോ ഒരു ഉദാഹരണ പഠനത്തോടോ ഉള്ള വളരെ വൈയക്തികമായ ഒരു താല്പര്യത്തെ പിന്തുടർന്നുള്ള വായന. ഉദാഹരണത്തിന് എൻ്റെ എൻട്രി പോയിന്റ് പരീക്ഷണശാലയിലെ ശാസ്ത്രം എന്ന ഭാഗത്തെ ലേഖനങ്ങളാണ്. ആർക്കിയോളജിയാണ് എൻ്റെ പഠനമേഖല. ആർക്കിയോളജിയുടെ ഫീൽഡ് രീതികൾ മനസ്സിലാക്കപ്പെടുന്നത് പലപ്പോഴും സാമൂഹികേതരവും ശാസ്ത്രത്തെക്കുറിച്ചുള്ള പോസിറ്റിവിസ്റ്റ് ധാരണകളെ മുൻനിർത്തിയുമാണ്. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ സൈറ്റ് ലബോറട്ടറിക്ക് തുല്യമാണെന്ന പ്രയോഗം വളരെ സാധാരണയാണ്. ഈ അതിസാങ്കേതികം എന്ന ധാരണയിൽ നമ്മൾ പലപ്പോഴും സാമൂഹിക ശാസ്ത്രജ്ഞർ കൈവയ്ക്കാൻ മടിക്കുന്ന ഇടങ്ങളാണല്ലോ ലബോറട്ടറികൾ. എക്സ്കവേഷൻ സൈറ്റും അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷം എന്ന് പരക്കെ കരുതപ്പെടുന്ന പരീക്ഷണശാല എന്ന സങ്കേതത്തിൻ്റെ സാമൂഹിക മാനങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്ന ഈ ഭാഗത്തെ ലേഖനങ്ങൾ എന്നെ പുസ്തകത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. ക്രോമസോമുകളെ എണ്ണുന്നത് എങ്ങനെ എന്ന ഒരു അധ്യായം ഉദാഹരണമായിട്ട് എടുക്കാം. എണ്ണുക എന്ന സങ്കീർണതകൾക്കപ്പുറവും സ്വാഭാവികവും എന്ന് നമ്മൾ കരുതുന്ന ഒരു പ്രവൃത്തിയെ മനുഷ്യരിലെ ക്രോമസോമുകളെ ശാസ്ത്രജ്ഞർ എണ്ണിത്തിട്ടപ്പെടുത്തിയതിൻ്റെ രസകരവും കലുഷിതവുമായ ചരിത്രത്തിലൂടെ ഈ അധ്യായം പ്രശ്നവൽക്കരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നിതാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എൻട്രി പോയിന്റുകളിലൂടെ വായനക്കാർക്ക് പുസ്തകത്തിലേക്ക് കടക്കാനാവും. ശാസ്ത്ര ചരിത്രത്തിലെ രസകരമായ ഒരു ഏടോ അല്ലെങ്കിൽ സ്കൂൾ കാലം തൊട്ടേ കേട്ടുവരുന്ന CV രാമൻ, ലൂയി പാസ്റ്റർ തുടങ്ങിയ പേരുകളോ, അതല്ല ശരീരം, ജനാധിപത്യം, കേരളത്തിൻ്റെ പ്രത്യേക ചിന്താ പരിസരം എന്നിങ്ങനെയുള്ള വിഷയങ്ങളുമായി ശാസ്ത്രത്തിൻ്റെ സാമൂഹികത എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന അന്വേഷണമോ, ഇതുമല്ല ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളിലുള്ള പങ്കാളിത്തമോ എന്തുമാകാം ഈ എൻട്രി പോയിന്റ്. വിഷയത്തിന് പുറത്തുള്ള നില പുസ്തകത്തിൻ്റെ വായനയ്ക്ക് ഒരു തരത്തിലും തടസ്സമാവുന്നില്ല എന്ന് ഞാൻ മുന്നേ പറയാൻ കാരണം ഇതാണ്. ഒരു ഇൻട്രൊഡക്ടറി ഗ്രന്ഥം എന്ന നിലയ്ക്ക്, ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്ന ഗ്രന്ഥം എന്ന നിലയ്ക്ക് പുസ്തകത്തിൻ്റെ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു പ്രത്യേക വിഷയത്തെ അവതരിപ്പിക്കുന്ന ആമുഖ കൃതികൾക്ക് പലപ്പോഴും എൻസൈക്ലോപീഡിയക് സ്വഭാവമാണുള്ളത്. ആശയങ്ങളെ അടുക്കോടും ചിട്ടയോടും കൂടി അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇതിൽ ഓതറിൻ്റെ, രചയിതാവിൻ്റെ ശബ്ദം തീരെ വെളിവാകാതെ പോകുന്നുണ്ട്. നിലനിൽക്കുന്ന ധാരണകളെ വിമർശനാത്മകമായി പരിശോധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ സമീപനം വായനക്കാരെ അല്പം ആശയക്കുഴപ്പത്തിൽ ആക്കാനിടയുണ്ട്. ഇപ്പോൾ ഒരു ഹൈപ്പർ റിലേറ്റിവിസ്റ്റ് നിലപാടിൽ ചെന്ന് കുടുങ്ങിക്കിടക്കുന്ന പോലെയൊക്കെ തോന്നാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലും പുറത്തും നടക്കുന്ന ചർച്ചകളെ പ്രതിയും പുതിയൊരു ജനകീയ ശാസ്ത്ര സമീപനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിലൂടെയും ഇവിടെ ഷിജു തൻ്റെ നിലപാടുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളെല്ലാം അതിനുവേണ്ടി കൃത്യമായിട്ട് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇൻട്രൊഡക്ടറി പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആശയങ്ങളുടെ ശേഖരം എന്നതിലുപരിയായിട്ട് പുസ്തകത്തെ ഒന്നാകെ ഒരു എൻറ്റിറ്റി എന്ന നിലയ്ക്ക് സമീപിക്കാനുള്ള സാധ്യത ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. രചയിതാവ് എന്ന നിലയിൽ തൻ്റെ പുസ്തകത്തെ തുടർ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇങ്ങനെ തുറന്നിടുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും കാര്യങ്ങളെ എനിക്ക് പുസ്തകത്തിനെ അവതരിപ്പിച്ചുകൊണ്ട് പറയാനുള്ളൂ. തുടർ വായനകൾക്കും വാദപ്രതിവാദങ്ങൾക്കുമായിട്ട് പുസ്തകത്തെ സമർപ്പിക്കുന്നു.